ആത്മിക പാർട്ട് 39. രചന ശിവനന്ദ. അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷൻസ. സ്റ്റേജിന്റെ പിന്നിലുള്ള ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് നിൽക്കുമ്പോഴും ആ പൊൻകുരിശ് അവൾ മുറുക്കെ പിടിച്ചിരുന്നു. പെട്ടെന്നാണ് അവൾ ഓർത്തത്, അന്ന് ലൈസൻസ് എടുക്കാൻ പോയപ്പോഴും തൻ്റെ ധൈര്യത്തിനായി ഇച്ഛൻ ഈ പൊൻകുരിശ് ഊരി തന്നിരുന്നു. അന്നാണ് ഇച്ഛന് അപകടം ഉണ്ടായത്. ഇന്നും അതുപോലെ തന്നെ തനിക്ക് വേണ്ടി ഈ പൊൻകുരിശ്. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ആൽബിയെ വിളിച്ചു. പക്ഷേ അവൻ എടുത്തില്ല. കുറെ തവണ വിളിച്ചിട്ടും എടുക്കാതായപ്പോൾ അവൾ അമ്മച്ചിയെ വിളിച്ചു. അപ്പോഴാണ് ആൽബി പുറത്തേക്ക് പോയെന്ന് അറിയുന്നത്. അതോടെ അമ്മുവിന് ശരീരം തളരുന്നത് പോലെ തോന്നി. വീണ്ടും അവൾ വിളിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദമൊന്ന് കേൾക്കാനായി, ആ നിശ്വാസമൊന്ന് അറിയാനായി. ആത്മിക, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഡാൻസിന് വേണ്ടിയുള്ള മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പൂജ അമ്മുവിനെ വിളിക്കുന്നത്. എന്താടാ പറ്റിയത്? നീ ആകെ വിയർത്തല്ലോ. ഇച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാണോ കാര്യം? ഇപ്പോൾ ആ ചേട്ടനെ വിളിക്കാൻ മാത്രം എന്തുണ്ടായി? അത് പൂജ, ചൈതന്യ മാം എവിടെ? മാം അവിടെ ഓഡിറ്റോറിയത്തിലുണ്ടാകും. നീ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് എന്തിനാ? എന്തു പറ്റി? കാര്യം പറ. എനിക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകണം. പ്രോഗ്രാം കഴിയാതെ നിനക്ക് പോകാൻ പറ്റില്ല ആത്മിക. അതൊന്നും എനിക്കറിയണ്ട. എനിക്കിപ്പോൾ തന്നെ പോയേ പറ്റൂ. ബാഗും എടുത്ത് വെപ്രാളത്തോടെ ഇറങ്ങുമ്പോഴുള്ള പൂജയുടെ പിൻവിളി അമ്മു കേട്ടില്ല. ആൽബിയെ കാണാതെ അവളുടെ നെഞ്ച് പിടക്കുമായിരുന്നു. എത്രയൊക്കെ അടക്കി വെച്ചാലും ഉള്ളിലെ പ്രണയത്തിന് തെല്ലും മങ്ങലേൽപ്പിക്കില്ലെന്ന് അമ്മു ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അവൾ ആൽബിയെ വിളിച്ചുകൊണ്ടിരുന്നു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അമ്മു നടക്കുന്നതിനിടയിലാണ് ആരോ അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചത്. പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് തന്നെ അമ്മു അയാളുടെ നെഞ്ചിൽ തട്ടി നിന്നു. ആ കൈയുടെ ചൂടും ഹൃദയതാളവും മതിയായിരുന്നു അമ്മുവിൻ്റെ മനസ്സ് ശാന്തമാക്കാൻ. മറ്റൊന്നും ഓർക്കാതെ ഒരു ഏങ്ങലോടെ അവൾ അവനെ ചുറ്റിവരിഞ്ഞു. ഈ നിമിഷം അത്രയും തന്നിൽ നിറഞ്ഞു നിന്ന പേടിയെ കണ്ണുനീരിനാൽ ഒഴുകി കളയുകയായിരുന്നു അമ്മു. അതിനിടയിലും അവളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആശ്വാസത്തിൻ്റെ, പ്രണയത്തിൻ്റെ. അവനെ കണ്ടതിൽ അവൾ അതിയായി സന്തോഷിച്ചു. ഇച്ഛാ, നേർത്ത ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് അവൾ അവനെ തല ഉയർത്തി നോക്കി. അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുമായിരുന്നു ആൽബി. തൊട്ടടുത്ത് നിൽക്കുന്ന ചൈതന്യയുടെ അവസ്ഥയും മറിച്ചല്ല. അവൾ ആൽബിയെയും അമ്മുവിനെയും മാറി മാറി നോക്കി. എന്നാൽ അമ്മു അതൊന്നും ശ്രദ്ധിച്ചില്ല. തൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അവൻ്റെ നോട്ടത്തിൽ മറ്റെല്ലാം അവൾ മറന്നു. ആത്മിക, അറിയോ ഓക്കെ? ചൈതന്യയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അമ്മു സ്വബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ അവൾ ആൽബിയിൽ നിന്നും അകന്നു. പക്ഷേ അപ്പോഴും ആൽബി അവളുടെ കയ്യിലുള്ള പിടി വിട്ടിരുന്നില്ല. നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഇച്ഛൻ്റെ ഫോൺ എന്തിയേ? അമ്മു ചോദിച്ചതും അവൻ ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പോക്കറ്റിലൊന്ന് തപ്പി നോക്കി. ഫോണ് കാറിൽ വെച്ചിരിക്കുക. കാറിൽ ഇട്ടേക്കുവാനുള്ളതാണോ ഫോണ്? അത് ന്യായമായ ചോദ്യം. അന്ന് എൻ്റെ ഫോൺ സ്റ്റാഫ് റൂമിൽ വെച്ചതിന് നീ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മുവിൻ്റെ ചോദ്യത്തിന് ചൈതന്യം കൂടി സപ്പോർട്ട് ചെയ്തതോടെ അമ്മുവിലുള്ള പിടിവിട്ട് ആൽബി കൈകെട്ടി നിന്നു. പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് നീ എന്തിനാ എന്നെ വിളിച്ചേ? എനിക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി ഇച്ഛനൊരു കാര്യം തന്നില്ലേ, അത് തിരിച്ചു തരാൻ വേണ്ടി വിളിച്ചതാ. അവളുടെ മറുപടി കേട്ട് അവൻ ഒളികണ്ണാൽ ചൈതന്യയെ നോക്കി. അവൾ അർത്ഥം വെച്ചൊന്നും തലയാട്ടിയതും ആൽബി ഒന്ന് കണ്ണു ചിമ്മി. അത് വീട്ടിൽ വരുമ്പോൾ തരായിരുന്നല്ലോ. അതിനാണോ നീ ബാഗുമായിട്ട് ഇറങ്ങിയത്? ഇച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ എന്തോ വല്ലാത്തൊരു പേടി തോന്നി. ഇവിടെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാ. ശരിക്കും? അയ്യോ, കോൺഫറൻസ് തുടങ്ങാൻ ടൈമായി. അപ്പോൾ ശരി, ഞാൻ പോകുക. നീ വരുന്നെങ്കിൽ വാ, ഞാൻ വീട്ടിലാക്കാം. അവനോടൊപ്പം പോകാൻ അമ്മു ആഗ്രഹിച്ചെങ്കിലും ചൈതന്യ അതിന് സമ്മതിച്ചില്ല. നിന്റെ അമ്മൂട്ടിക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് ഇച്ഛൻ ചെന്നാട്ടെ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എത്തിച്ചോളാം. രണ്ടുപേരെയും ഒരുപോലെ ആക്കിക്കൊണ്ട് ചൈതന്യ പറഞ്ഞതും ആൽബി അവളെ കൂർപ്പിച്ചു നോക്കി. ലേറ്റ് ആകുമ്പോൾ വിളിച്ചാൽ മതി, ജെറി വരും. അമ്മുവിനോട് പറഞ്ഞിട്ട് ആൽബി പോയി. അവനെ തന്നെ നോക്കി നിൽക്കുന്നവളെ ചൈതന്യ തട്ടി വിളിച്ചു. ഇനിയും ഈ ഒളിച്ചുകളി വേണോ? എന്തൊളിച്ചുകളി? അവൻ ചുമ്മാ ഇവിടെ വന്നതൊന്നുമല്ല. നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാ. അറിയാം, എനിക്കും അറിയാം. രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയം നിറഞ്ഞു നിൽക്കുവാണ്. ഇനിയെങ്കിലും തുറന്നു പറഞ്ഞൂടെ? ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂന്ന്. പക്ഷേ അത് പറയേണ്ടത് ഇച്ഛനാണ്. ആ നാവിൽ നിന്ന് തന്നെ എനിക്കത് അറിയണം മാം. പൂജയുടെ ഡാൻസ് ഒരു ചിരിയോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ അടുത്ത് ആരോ വന്നിരുന്നത് അമ്മു അറിഞ്ഞത്. നോക്കുമ്പോൾ ചന്തുവാണ്. യു ലുക്സ് ഗോർജിയസ്. അങ്ങനെ ഒരു പ്രശംസ അമ്മു പ്രതീക്ഷിച്ചില്ലെങ്കിലും നന്ദി സൂചകമായി അവളൊന്ന് ചിരിച്ചു. തനിക്ക് ഡാൻസും പാട്ടൊന്നും ഇല്ലേ? ഏയ് ഇല്ല, പക്ഷെ കാണാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാ. എനിക്കും. അവളോട് വീണ്ടും വീണ്ടും സംസാരിക്കാനായി ചന്തുവിൻ്റെ മനസ്സ് തുടിച്ചെങ്കിലും നിശബ്ദമായ നിമിഷങ്ങൾക്ക് 1000 നാവുള്ളത് പോലെ അവന് തോന്നി. പൂജയുടെ ഡാൻസ് കഴിഞ്ഞതും അമ്മു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി.
അതിനുശേഷം അവരുടെ കൂടെ വാലുപോലെ പൂജ ഉണ്ടായിരുന്നത് കൊണ്ട് ചന്തുവിന് അമ്മുവിന്റെ അടുത്തേക്ക് പോവാനും അവളോടൊപ്പം നിന്ന് പ്രോഗ്രാംസ് കാണാനോ സാധിച്ചില്ല. അവന്റെ നിരാശ കൂട്ടുകാർക്ക് കളിയാക്കാനുള്ള കാരണം മാത്രമായി ഒതുങ്ങി. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിരുന്നു. ജെറിയെ വെയിറ്റ് ചെയ്ത് മെയിൽ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ചന്തു ബൈക്കുമായി അവളുടെ മുന്നിൽ വന്നത്. എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, എന്റെ ബ്രദർ വരും. ആത്മികയ്ക്ക് ബ്രദർ ഉണ്ടോ? ചന്തു ചോദിച്ചതും അമ്മൂസ എന്നുള്ള വിളി കേട്ട് അമ്മു തിരിഞ്ഞു നോക്കി. ബൈക്കിൽ ഇരുന്നുകൊണ്ട് അവളെ കൈവീശി കാണിക്കുന്ന ജെറിയെ അവൾ ചന്തുവിന് കാണിച്ചു കൊടുത്തു. അത് ആൽബിച്ചായന്റെ അനിയനല്ലേ? അതെ, എൻ്റെ ചേട്ടനും അനിയനുമൊക്കെ അവനാണ്. കുറച്ചു നേരം അമ്മുവിനോടൊപ്പം ചിലവഴിക്കണമെന്ന് കരുതി ചന്തുവിന് ജെറിയുടെ വരവ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പുറമേ കാണിക്കാതെ അവൻ അമ്മുവിനെ നോക്കി മനോഹരമായി ചിരിച്ചു. എങ്കിൽ ശരി, ബായ്. അതെ, തൻ്റെ നമ്പർ ഒന്ന് തരുമോ? എൻ്റെ നമ്പർ എന്തിനാ? അല്ല, ഇനി 3 ദിവസം കോളേജ് അവധിയില്ലേ? ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ വിളിക്കാലോ. 3 ദിവസം കഴിഞ്ഞാൽ വരില്ലേ, അപ്പോൾ സംസാരിച്ചാൽ പോരെ? താൻ നൈസായിട്ട് നമ്പർ ഒപ്പിക്കാമെന്ന് കരുതിയപ്പോൾ അവൾ അതിനും നൈസായിട്ട് ഒഴിഞ്ഞു മാറിയത് ചന്തുവിനെ കൂടുതൽ അവളിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവളുടെ ഇച്ഛൻ മാത്രമാണെന്നറിയാതെ. വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ആൽബിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മു ജെറിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതങ്ങ് ഉറപ്പിക്കാം അല്ലേ അമ്മൂസേ? പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കിയാടാ. എന്തിനായിരിക്കും ഇച്ഛൻ ടീനു ചേച്ചിയുടെ പേര് പറഞ്ഞത്? അത് ഇച്ഛായൻ തന്നെ പറയണം. എന്തോ ഉദ്ദേശത്തോടെയാണ് ഇച്ഛൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചെന്ന് ചോദിച്ചാലും ഇച്ഛൻ സമ്മതിച്ചു തരില്ല. ചോദിക്കാതെ തന്നെ ഇച്ഛൻ്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നാലോ? എങ്ങനെ? അതൊക്കെയുണ്ട്, നീ വാ, നമുക്ക് നോക്കാം. അത്താഴം കഴിച്ച് അമ്മച്ചിയോടും ചെറിയോടും പ്രോഗ്രാമിന്റെ വിശേഷങ്ങളും പറഞ്ഞ് ചാരുപടിയിൽ ഇരിക്കുമ്പോഴാണ് ആൽബി വരുന്നത്. എടി, ആ ചെറുക്കൻ്റെ പേരെന്തുവായിരുന്നു? ആൽബി അടുത്ത് വന്നിരുന്നതും ജെറി ചോദിച്ചു. ഏത് ചെറുക്കൻ? എടി, മറ്റേ ലെവൻ. ഇന്ന് ഞാൻ വന്നപ്പോൾ നിന്നോട് കുറുകിക്കൊണ്ട് നിന്നില്ലേ? കുറുകിക്കൊണ്ട് നിന്നെന്നോ? ആൽബിയുടെ ചോദ്യം കേട്ടതും ജെറിയുടെ മുഖത്തൊരു പ്രകാശം നിറഞ്ഞു. തൻ്റെ പ്ലാൻ അതിൻ്റെ കറക്റ്റ് ട്രാക്കിൽ തന്നെ കയറിയെന്ന് അവൻ ഓർത്തു. അതെ ഇച്ചായ, ഞാൻ നോക്കുമ്പോൾ 2 പേരും കാര്യമായ സംസാരത്തിലായിരുന്നു. നിൽപ്പും ഭാവവും കണ്ടാൽ തോന്നും അവൻ പ്രപ്പോസ് ചെയ്യുവാണെന്ന്. ജെറിയുടെ മറുപടിയിൽ ആൽബി നിലത്തേക്ക് മിഴികളി ഊന്നിയെങ്കിലും അവന്റെ മുഖം വലിഞ്ഞു മുറുകുന്നത് പോലെ ജെറിക്ക് തോന്നി. അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ വീണ്ടും അമ്മുവിനോട് ചോദിച്ചു. അവന്റെ പേരെ ഞാൻ ചോദിച്ചത്? ഓ അതോ, അത് ഫൈനൽ ഇയറിലെ ചന്തു. ചന്തു എന്ന പേര് കേട്ടതും ആൽബി ഞെട്ടലോടെ അമ്മുവിനെ നോക്കി. അന്ന് റാങ്ക് ചെയ്യാൻ വന്നവനുമായി അമ്മു സംസാരിക്കണമെങ്കിൽ അവർ ഇതിനോടകം കൂട്ടായിട്ടുണ്ടാകും എന്ന് ആൽബി മനസ്സിലായി. അവനല്ലേ അന്ന് നിന്റെ ബുക്ക് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയത്? അപ്പോ ഇത് തന്നെ പ്രേമം. ആൽബിയെ നോക്കിക്കൊണ്ട് ജെറി പറഞ്ഞതും അമ്മച്ചിയും അതിൽ ഇടപെട്ടു. ഏത്, നമ്മുടെ ഓഫീസിലെ പ്രകാശന്റെ മോനോ? അതെ അമ്മച്ചി, ചെക്കൻ നല്ലൊരു ചുള്ളനാണ് അല്ലേടി അമ്മു? ഇന്നെന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അവൻ എന്താടി, കണ്ണു പൊട്ടനോ? പോടാ, പുള്ളിക്കാരൻ എന്നോട് എങ്ങനെയെങ്കിലും അടുക്കാൻ നോക്കുക. നീ വരുമ്പോൾ എൻ്റെ നമ്പർ ചോദിക്കുമായിരുന്നു. എന്നിട്ട് നീ കൊടുത്തോ? ഏയ്, ചോദിച്ച ഉടനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ആൽബി ഫോണെടുത്ത് എന്തോ നോക്കാൻ തുടങ്ങി. അമ്മ ചുണ്ടുകൂർപ്പിച്ച് ജെറിയെ നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചു. പക്ഷേ അമ്മ, ഒരു പ്രശ്നമുണ്ടല്ലോ. നിന്റെ പ്രായം വെച്ച് നീ ഇപ്പോൾ PG ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ആ പയ്യൻ നിനക്ക് ഇളയതായിരിക്കില്ലേ? അല്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു അല്ലേടാ ആൽബി? അമ്മച്ചിയുടെ ചോദ്യം കേട്ടതും ആൽബി ചാടി എഴുന്നേറ്റു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചെങ്കിലും ആഹാരം എടുത്തു വെക്കാമെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് നടന്നു. പക്ഷെ വാതിലിന്റെ അടുത്തെത്തിയതും അവൻ നിന്നു. പ്രായം ഓർത്ത് ആരും വിഷമിക്കേണ്ട, അവൻ എഞ്ചിനീയറിംഗ് പകുതിക്ക് നിർത്തിയിട്ടാണ് ഡിഗ്രിക്ക് ചേർന്നത്. അതായത് ജെറിയുടെ പ്രായം തന്നെയാണ് അവന്. ആൽബി ഈ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിക്കുമെന്ന് ജെറി പ്രതീക്ഷിച്ചതേയില്ല. അവൻ തലയൊന്ന് ചെരിച്ച് അമ്മുവിനെ നോക്കിയതും അവളുടെ നോട്ടത്തിന് മുന്നിൽ അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. അപ്പോൾ പ്രായം ഓക്കെയായി. അവന് ഇഷ്ടമാണെങ്കിൽ നല്ലൊരു ജോലി വാങ്ങിയിട്ട് വന്ന് ചോദിക്കാൻ പറ. ജെറി അമ്മച്ചിയെ ദയനീയമായെന്ന് നോക്കി. താൻ എന്ത് ഉദ്ദേശിച്ചാണോ ചന്തുവിന്റെ പേരെടുത്തിട്ടത് അതിന്റെ നേർവിപരീതമാണ് ഇപ്പോൾ നടക്കുന്നത്. ആൽബി അകത്തേക്ക് പോയതും അവനെ ആഹാരം എടുത്തു കൊടുക്കാനായി അമ്മച്ചിയും പോയി. അവിടെ ഇരുന്ന് അമ്മുവിന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ജെറിയും അകത്തേക്ക് വലിഞ്ഞു. ഇച്ഛന്റെ മനസ്സ് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ അമ്മുവും അവന് പിറകെ ചെന്നു. ആഹാരം വിളമ്പുമ്പോഴും ചന്തുവിനെ കുറിച്ചാണ് അമ്മച്ചിക്ക് ചോദിക്കാനുള്ളത്. ഓരോ ചോദ്യത്തിനും അമ്മു ജെറിയെ നോക്കും. ജെറി ആൽബിയെയും അവന്റെ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് കഴിക്കുന്നത് കൊണ്ട് മുഖഭാവം വ്യക്തമല്ല. അമ്മച്ചിയാണെങ്കിൽ ആ ടോപ്പിക്ക് വിടുന്ന ലക്ഷണവുമില്ല. ഇന്നത്തെ കോൺഫറൻസിന്റെ റിപ്പോർട്ട് എവിടെ? പെട്ടെന്നൊരു ബന്ധവുമില്ലാത്ത ആൽബിയുടെ ചോദ്യം എത്തിയതും ആ ശബ്ദത്തിൽ വല്ലാതെ ദേഷ്യമുള്ളതുപോലെ അമ്മുവിനെ തോന്നി. റിപ്പോർട്ട് ഞാൻ ടീനൂച്ചിക്ക് കൊടുത്തു. റിപ്പോർട്ട് എന്നെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ജെറി?
ആ സമയത്ത് ഇച്ചായൻ ഓഫീസിലില്ലായിരുന്നു. അതാ ഞാൻ വീട്ടിൽ വരുമെന്ന് നിനക്കറിയായിരുന്നില്ലേ? അതിനിപ്പോ എന്തുണ്ടായി? ടീനൂച്ചിയെ ഒന്ന് വിളിച്ചാ പോരെ? റിപ്പോർട്ട് ഇപ്പോൾ തന്നെ മെയിൽ ചെയ്യുമല്ലോ. അവളെ വിളിച്ചാൽ റിപ്പോർട്ട് കിട്ടുമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. നിന്നെ ഏൽപ്പിച്ച പണി നീ തന്നെ ചെയ്യണം. അതിനൊന്നും ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഒന്നടങ്ങ് ആൽബി. ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? നാളെ രാവിലെ ഇവൻ പോയി വാങ്ങിക്കോളും. അമ്മച്ചിയാണ് എല്ലാത്തിനെയും വഷളാക്കുന്നത്. ഉത്തരവാദിത്വം എന്ന സാധനം ആർക്കെങ്കിലും ഉണ്ടോ? പാതിരാത്രിക്ക് കല്യാണ ചർച്ച നടത്താൻ എന്താ ഉത്സാഹം? അതിന് ചുക്കാൻ പിടിക്കാൻ അമ്മച്ചിയും. സ്നേഹിച്ച് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ തന്നിഷ്ടം കാണിക്കാൻ തുടങ്ങി. അതുമൂലം ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാമാന്യ ബോധ്യം ഒന്നിനും ഇല്ലല്ലോ. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നവനെ നോക്കി ഒന്നും മനസ്സിലാകാത്തതുപോലെ അമ്മച്ചിയിരുന്നു. ഈ ചെറുക്കനിത് എന്താ പറ്റിയത്? പദം പറഞ്ഞ് അമ്മച്ചി എഴുന്നേറ്റതും ജെറിയും അമ്മുവും പരസ്പരം ഒന്ന് നോക്കി. ഒരു ചെറുചിരി അമ്മുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞു. അപ്പോ കൊള്ളേന്റെ അടുത്ത് തന്നെ കൊണ്ടു. എന്നിട്ട് നിന്റെ ഇച്ചാൻ പിടി തന്നില്ലല്ലോടാ. ഓ, പിടി തരാഞ്ഞിട്ടാണ് ഈ പാട്. ഞാൻ കരുതി ഈ രാത്രിയിൽ തന്നെ എന്നെ റിപ്പോർട്ട് വാങ്ങാൻ അപ്പുറത്ത് പറഞ്ഞു വിടുമെന്ന്. എന്തായാലും ആ സ്വാർത്ഥതയും കുശുമ്പും കാണാൻ പറ്റിയല്ലോ. ഇനി എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അത്രയും പറഞ്ഞ് അമ്മു അവളുടെ മുറിയിൽ കയറി. ടേബിളിലുള്ള അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയും അതിനടുത്തായി വെച്ചിരിക്കുന്ന ആൽബി സമ്മാനിച്ച കൃഷ്ണശില്പവും നോക്കി അവൾ അങ്ങനെ തന്നെ ഇരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ആൽബിയുടെ പൊൻകുരിശ് താൻ തിരികെ കൊടുത്തില്ലല്ലോ എന്ന് അമ്മു ഓർത്തത്. അതുമായി അവന്റെ മുറിയിൽ ചെന്നപ്പോൾ ആൽബി അവിടെ ഇല്ലായിരുന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും തിരിച്ചു പോകാനായി തിരിഞ്ഞപ്പോഴാണ് കട്ടിലിൽ കിടക്കുന്ന ഡയറി അവൾ കാണുന്നത്. ശ്രദ്ധിക്കാതെ പോകണമെന്ന് വിചാരിച്ചെങ്കിലും എന്തോ ഒന്ന് അവളെ ആ ഡയറിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. ഡയറി എടുത്തപ്പോൾ തന്നെ അതിൽ നിന്നും 2 ഫോട്ടോസ് താഴെ വീണു. ആദ്യത്തേത് ആൽബിയും ടീനയും ജെറിയും കിച്ചണും ഒരുമിച്ചുള്ള ഫോട്ടോ ആയിരുന്നു. രണ്ടാമത്തേത് അവരോടൊപ്പം അമ്മുവും കൂടി ഉള്ളതായിരുന്നു. അത് ആൽബിയുടെ ബർത്ത്ഡേക്ക് എടുത്തതാണെന്ന് അമ്മുവിന് മനസ്സിലായി. ഫോട്ടോസ് രണ്ടും തിരികെ വെക്കാനായി ഡയറി തുറന്നതും ആൽബി വന്നത് പിടിച്ചു വാങ്ങിയതും ഒരുമിച്ചായിരുന്നു.